ലോക്സഭയിലെ ബഹളത്തിൽ നടപടിയുമായി സ്പീക്കർ. പ്രതിപക്ഷ എംപിമാർക്ക് സസ്പെൻഷൻ. ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തൽ, സ്പീക്കറുടെ നിർദ്ദേശം അവഗണിക്കാൻ തുടങ്ങിയ കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ എന്നുള്ളതാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, BJPയുടെ പരാതിയിന്മേലാണോ നടപടി? ആർക്കൊക്കെയാണ് സസ്പെൻഷൻ? മറ്റ് വിവരങ്ങൾ. രാഖി, ഇന്നലെ മുതൽ സഭയിൽ പ്രതിപക്ഷ ബഹളം തുടരുകയാണ്. അതായത് മുൻ സൈനിക മേധാവി നരവാന്റെ ബുക്കുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ബുക്കിലെ ചില പരാമർശങ്ങൾ രാഹുൽ സഭയിൽ ഉയർത്തിപ്പിടിക്കുവാൻ, സഭയിൽ അത് പ്രസ്താവിക്കുവാൻ നടത്തുന്ന നീക്കങ്ങളെ ഭരണപക്ഷം എതിർക്കുകയാണ്. അതായത് ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്, നിലവിൽ ആ ബുക്ക് ഇതുവരെയായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല, ഒരു മാഗസിനിൽ വന്ന ചില ഭാഗങ്ങൾ മാത്രമാണ് രാഹുൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. എന്നാൽ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലും പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. രാഹുൽ കള്ളപ്രചരണം നടത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും BJP അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ തന്നെ സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട റൂളിംഗ് നടത്തിയിരുന്നു. രാഹുലിന് ഇതുമായി ഇപ്പോൾ നടക്കുന്ന വിഷയം എന്നുള്ളത് പാർലമെന്റിൽ പ്രസിഡന്റിന്റെ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ്. അതായത് നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുലിന് സഭയിൽ ഉയർത്താം. മറിച്ച് ഇപ്പോൾ നിലവിൽ ഈ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ രാഹുൽ സഭയ്ക്ക് മുന്നിൽ വെക്കരുത്, അല്ലെങ്കിൽ സഭയിൽ പ്രസ്താവന നടത്തരുത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കിയതാണ്. എന്നാൽ സ്പീക്കറിന്റെ റൂളിംഗ് ലംഘിച്ചുകൊണ്ട് ഇന്നും സമാനമായ രീതിയിൽ രാഹുൽ സഭയിൽ ഈ സമാന വിഷയം ഉയർത്താൻ ശ്രമിച്ചു. ഭാരതത്തിന്റെ മണ്ണ് ചൈന കടന്നുകയറി പിടിച്ചടക്കി എന്നുള്ളതാണ് പ്രധാനമായും ഈ പുസ്തകത്തിലെ വാചകങ്ങൾ എന്ന രീതിയിൽ രാഹുൽ സഭയിൽ പ്രസ്താവന നടത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ BJP അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറാണെന്ന ഇന്ന് രാജ്യസഭയിൽ JP നദ്ദയടക്കം വ്യക്തമാക്കി. എന്നാൽ ഒരു തരത്തിലും പ്രതിപക്ഷം ഇതുമായി സഭാ നടപടികളുമായി സഹകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഭയിൽ ജനങ്ങൾക്ക് ആവശ്യമായ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ നടത്തിയ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്നു. എന്നാൽ ഇത്തരം ചർച്ചകളിൽ ജനകീയ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ, മറിച്ച് രാഷ്ട്ര താൽപ്പര്യങ്ങൾ ഹനിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ സഭയിൽ ഉയർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നിപ്പോൾ സഭയിൽ നടുത്തളത്തിലേക്ക് പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം എത്തുകയും, അതേപോലെ തന്നെ സഭാ അധ്യക്ഷന്റെ സമീപമുള്ള ടേബിളിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പേപ്പറുകൾ വലിച്ചു കീറി എറിയുവാൻ ശ്രമിക്കുകയും അത്തരം നടപടികൾ ഉണ്ടാകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട പ്രമേയം സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അവതരിപ്പിക്കുകയും ഭൂരിപക്ഷത്തോടുകൂടി നടപടികൾ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് സ്പീക്കർ ഏതാണ്ട് 8 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുകയാണ് എന്നുള്ള പ്രസ്താവന നടത്തുകയുണ്ടായി. ഹൈബി ഈഡൻ, അതേപോലെ തന്നെ ഡീൻ കുര്യാക്കോസ്, തമിഴ്നാട്ടിൽ നിന്നുമുള്ള മാണിക്യം ടാഗൂർ അടക്കമുള്ള MPമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഈ സഭാ നടപടികളുടെ കാലയളവിൽ അവർക്ക് സഭയിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വീണ്ടും വരും ദിവസങ്ങളിലും സഭാ നടപടികൾ സ്തംഭിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് പ്രതിപക്ഷം കടക്കുമെന്നുള്ളതാണ് വിലയിരുത്തലുകൾ. ഇന്ന് രാവിലെയും പ്രതിപക്ഷ നേതാക്കളുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സംസാരിച്ചിരുന്നു. ഒരു ധാരണയിലെത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ നരവാനുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ രാഹുലിന് സഭയുടെ മേശപ്പുറത്ത് വെക്കാം. എന്നാൽ നിലവിൽ ഇപ്പോൾ ദ്രൗപദി മുർമു നടത്തിയ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രസ്താവനയിൽ ഉൾപ്പെടുത്താമെന്നുള്ളതും, അത് KC വേണുഗോപാൽ അടക്കമുള്ള രഞ്ജൻ ഗൊഗോയ് അടക്കമുള്ള നേതാക്കളുമായി ചർച്ച ചെയ്ത് അത് ധാരണയിലെത്തിയതാണ് എന്നുള്ളതാണ് പ്രധാനമായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ എല്ലാ ധാരണകളും ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭാ നടുത്തളത്തിലിറങ്ങി വലിയ പ്രതിഷേധത്തിന്റെ മറവിൽ ഈ സഭാ നടപടികൾ സ്തംഭിപ്പിക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ മറ്റ് MPമാർക്ക് അവസരം നൽകുന്നില്ല എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സസ്പെൻഷൻ നടപടികളിലേക്ക്, അല്ലെങ്കിൽ കടന്നതിന് ശേഷവും പ്രതിപക്ഷം സഭയിൽ ബഹളമുയർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്പീക്കറുടെ ഡയസിലേക്ക് എത്തുവാൻ വേണ്ടി ശ്രമം നടത്തുകയും സ്പീക്കറുടെ മൈക്ക് തട്ടിപ്പറിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. തുടർന്ന് സഭാ നടപടികൾ ഇന്നത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. രാഖി. ശരി നന്ദൻ, ലോക്സഭയിലെ ബഹളത്തിലാണ് സ്പീക്കറുടെ നടപടിയുണ്ടായത്. പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തു. ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തൽ, ഒപ്പം തന്നെ സ്പീക്കറുടെ നിർദ്ദേശം അവഗണിക്കൽ തുടങ്ങിയ കാരണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ ഉണ്ടായത്.